നമ്മളെ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ സംഭവം വളരെ വഷളായി പോകുന്നില്ലടേ. എന്തൊക്കെ ആയാലും പലയിടത്തുനിന്നും വെറൈറ്റി ന്യായീകരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനിടയ്ക്ക് ഏതോ ഒരു ബുദ്ധിജീവി പറഞ്ഞ കേട്ട് മണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടായതാണ് കാരണമെന്ന്. ആ, അത് ശരി തന്നെ. മണ്ണിന് കൊറോണ വൈറസ് ബാധിച്ച് ഇൻഫെക്ഷനായി അങ്ങനെ വയറിളക്കം വന്ന് മണ്ണ് ഒലിച്ചു പെയ്യതാണ്. ഇത് പണി തുടങ്ങിയപ്പോഴേ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിൽക്കില്ല, റോഡ് പൊട്ടി പൊളിഞ്ഞ് പോകുമെന്ന്. അപ്പോൾ ഞങ്ങൾ വലിയ മറ്റവന്മാരാണെന്ന് സ്വയം ഭാവിക്കുന്ന കുറേ വലിയ സാറന്മാർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അപ്പൊ സാറന്മാരെന്തിനാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തറിയാം, അതൊക്കെ അതിൻ്റെതായ രീതി ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചെയ്തല്ല, നമ്മുടെ പദ്ധതികളെല്ലാം ഓരോന്നോരോന്നായി ഇങ്ങനെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയ എന്ത് ചെയ്യും? ഒരു കാര്യം ഉറപ്പാണ്, കംപ്ലീറ്റ് അഴിമതിയാണ്. പിന്നെ സംശയം ഉണ്ടാ, ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എസ്റ്റിമേറ്റ്. അങ്ങനെ ഈ എസ്റ്റിമേറ്റും മറ്റു പല വ്യവസ്ഥകളും അനുസരിച്ച് ഈ വർക്ക് ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. അല്ല, അതിലുമുണ്ട് അഴിമതി. ആര് ഭരിക്കുന്നുവോ അവർക്ക് വേണ്ടപ്പെട്ട കമ്പനിക്കേ വർക്ക് കൊടുക്കുള്ളൂ. എന്നാലല്ലേ മാസപ്പടി കിട്ടുള്ളൂ. പിന്നെ അത് വേണം, അത് വേണം. അങ്ങനെ ഈ കമ്പനി വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും മുകളിൽ ഇരിക്കുന്നവന്മാർ മുതൽ ഇങ്ങ് താഴെ കടയിലെ ചോട്ട നേതാക്കന്മാർക്ക് വരെ എണ്ണി എണ്ണി കൊടുക്കണം ഈ വർക്ക് എടുത്തവൻ. അത് ശരിയാണ്. പിന്നെ ഈ വർക്ക് നോക്കാൻ വേണ്ടി കുറേ സാറന്മാർ വരും. നമ്മൾ വിചാരിക്കും ഇവർ ഈ പണിയൊക്കെ നോക്കി നല്ലപോലെ ചെയ്യിക്കാൻ വരെയാണ്. ഇവനൊക്കെ കൈമണി വാങ്ങിക്കാനല്ലേ പറഞ്ഞത്. കൊടുക്കണത് ഒരല്പം കുറഞ്ഞു പോയാൽ തീർന്ന്. ഇതിനൊരു അവസാനം വരണമെങ്കിൽ അഴിമതിയില്ലാത്ത നട്ടലുള്ള ഒരു ഭരണാധികാരി ഉണ്ടാവണം. എന്നാലേ അതിന് കീഴിലുള്ള അഴിമതി കാണിക്കുന്ന എല്ലാവനെയും തുടച്ചു നീക്കാൻ പറ്റുകയുള്ളൂ. മൂട് നന്നായാലേ കൊണ്ട നന്നാവൂ.